TP വധക്കേസിലെ പ്രതികൾ കൊടിസുനിയും കിർമാണി മനേജിനെയും ഒക്കെ ശിക്ഷിച്ചത് തന്നെ തെറ്റായി എന്ന അഭിപ്രായമാണ് പിണറായി സർക്കാരിനുള്ളത്. അവരൊന്നും ജയിലിൽ കിടക്കേണ്ടവരല്ല. അവരൊക്കെ ഈ രാജ്യത്തെ ഏറ്റവും മാന്യമായി ജീവിക്കേണ്ട ആളുകളാണ്. കാരണം പാർട്ടി പറഞ്ഞ പണിയാണ് അവർ ചെയ്തിട്ടുള്ളത്. പാർട്ടി പറഞ്ഞ പണി ചെയ്താൽ പാർട്ടിക്ക് ഭരണമുള്ളപ്പോൾ അവർ ജയിലിൽ കിടക്കണം. നോക്കൂ, ഇത്രയും ക്രൂരമായ കൊല ചെയ്ത ആളുകൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ജയിലിലാണെന്ന് പറയുമെങ്കിലും അവർക്ക് എത്ര കാലം പരോള് കിട്ടിയിട്ടുണ്ടെന്ന് പഠിച്ചാൽ വിവരം മനസ്സിലാവും. RT അനുസരിച്ച് പോലും ആ വിവരം കൊടുക്കാൻ തയ്യാറല്ല. എത്ര ദിവസം കൊടിസുനി പരോൾ അനുഭവിച്ചിട്ടുണ്ട്, എത്ര ദിവസം കിർമാണി മനോജിന് കിട്ടിയിട്ടുണ്ട്, എത്ര ദിവസം അതുപോലുള്ള പ്രതികൾക്ക് കിട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയ കൊലപാതകം എന്ന പേരിൽ CPM നടത്തിയ കൊലപാതകങ്ങളിലെ പ്രതികൾ എത്ര പേർ ഈ സൗകര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അവർക്ക് പകുതിയിൽ കൂടുതൽ അവർ പുറത്തായിരിക്കും. ഇനി അകത്താണെങ്കിൽ തന്നെ വെക്കുക, ഏതാണ്ട് ഒരു ടൂറിസ്റ്റ് ബംഗ്ലാവിൽ താമസിക്കുന്ന പോലെ അവരവിടെ താമസിക്കണേ. അവർ പറയുന്നതാണ് മെനു. അവർക്ക് ആരെയും തല്ലാം. കൊടിസുനിയെ തന്നെ ആളുകളെ അടിച്ച കേസിൽ നിരവധി മറ്റ് കേസുകൾ, ജയിലിനകത്ത കേസുകളിൽ പ്രതിയായി അദ്ദേഹത്തെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, വേറൊരു ജയിലിലേക്ക്. അപ്പോൾ തവനൂരോ എവിടെ ഒരു ജയിലിലാണ് അദ്ദേഹം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ കൊടിസുനിക്ക് ഇപ്പൊ പരോള് കൊടുത്തതിനെ വിമർശിച്ചിട്ട് ഒരു കാര്യമില്ല. കൊടിസുനിക്ക് എന്നും പരോള് കിട്ടാം, പരോളാണ്. അദ്ദേഹത്തിന് അവിടെ ജീവിക്കുകയാണെങ്കിൽ തന്നെ നല്ല ഭക്ഷണവും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പോലും കഴിയുന്ന തരത്തിലുള്ള വേഷങ്ങളും അതുപോലെയുള്ള സംഗതികളും അവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുമുണ്ട്. അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം കൊട്ടേഷൻ സംഘം ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു പ്രതിക്കാണെങ്കിൽ അങ്ങനെ ഒരു ടെലിഫോൺ കിട്ടിയാൽ അതൊരു തെറ്റല്ലേ? അവിടെ ടെലിഫോൺ ജാമർ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ജാമറൊക്കെ ഇവർ ആവശ്യം വരുമ്പോൾ പൊക്കി കൊടുക്കും. അതിന് ഇവര് പാർട്ടിക്കാർ നിയന്ത്രിക്കുന്നതാണ് കണ്ണൂർ ജയിൽ. അവിടെ യഥാർത്ഥത്തിൽ തടവുകാർ ഉദ്യോഗസ്ഥന്മാരാ, ജയിൽ ഭരിക്കുന്നത് പാർട്ടിക്കാരാ. അങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ ഇയാൾക്ക് പരോള് കൊടുത്തതിന് വലിയ കുറ്റമൊന്നുമില്ല, കാരണം പുറത്തുനിന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല. മാത്രമല്ല, മറ്റൊരു മാഹി കേസിൽ, വേറൊരു കേസിൽ അയാളെ ഒരു 2 ആഴ്ചക്കകം വീണ്ടും വിചാരണയ്ക്ക് വിളിച്ചിരിക്കുക. അപ്പൊ കേസുകളുടെ പുറത്ത് കേസാണ്. അതൊന്നും ഇവരെ സംബന്ധിച്ച് പാർട്ടി ഉണ്ടെങ്കിൽ പിന്നെ കേസൊന്നും ഒരു വിഷയമല്ല. ഇതാണ് ഇവരുടെ കാര്യം. അതിന്റെ കൂടെയാണ് അവിടെ ഒരു പരോളിലിറങ്ങിയ ഒരു പ്രതി വീടൊക്കെ വെച്ച്, അതാണ് ഇതിന്റെ ഒരു ഗുണം. പാർട്ടിക്ക് വേണ്ടി കൊല നടത്തിയാൽ പാർട്ടി വീട് വെച്ച് കൊടുക്കും, പാർട്ടി ശമ്പളം കൊടുക്കും, മാസം മാസം വീട്ടിൽ പൈസ എത്തിക്കും. അപ്പൊ അതുകൊണ്ട് പാർട്ടി വക്കീലന്മാരെ വെച്ചു കൊടുക്കും, പാർട്ടി ഏതറ്റം വരെയും പോകും. CBI അന്വേഷണം തടയാൻ പുറത്തുനിന്ന് വക്കീലിനെ കൊണ്ടുവരും, അതിന് സർക്കാർ ഖജനാവിൽ നിന്ന് കാശ് കൊടുക്കും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട് കയറി താമസത്തിന് വലിയ നേതാക്കന്മാരൊക്കെ പോയി, സംസ്ഥാന നേതാവ്, ജില്ലാ നേതാവ് ഒക്കെ പോയി. ഇത് നാട മുറിക്കുന്നു, അത് മുറിക്കുന്നു, ഇത് മുറിക്കുന്നു ഒക്കെ നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ അതിന് എനിക്ക് ഇഷ്ടപ്പെട്ട മറുപടി നമ്മുടെ പാർട്ടി സെക്രട്ടറിയുടെയാണ്. എനിക്കിഷ്ടമായി ഗോവിന്ദ മാഷ മറുപടി. പോയാൽ എന്താ കുഴപ്പം, പരോൾ വീട്ടിൽ എന്താ കുഴപ്പം, പരോൾ അവകാശമല്ലേ. ഇദ്ദേഹം TP കേസിന്റെ ഹൈക്കോടതി അപ്പീൽ വിധി വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്താ അപ്പീൽ വിധിയിൽ പറയുന്നത്? പരോൾ പോലും അർഹിക്കാത്ത വിധത്തിൽ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കേണ്ടവരാണ് ഈ പ്രതികൾ എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. ഹൈക്കോടതി പരോൾ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, പോലീസ് പറഞ്ഞിട്ടുണ്ട് പരോൾ കൊടുക്കരുതെന്ന്, ജയില് പറഞ്ഞിട്ട് പരോൾ കൊടുക്കരുതെന്ന്. പക്ഷേ പരോൾ കിട്ടി. ഇവിടെ പോലീസും ജയിലും ഹൈക്കോടതിയും ഒക്കെ പാർട്ടിക്ക് അവരുടേതായി ഉണ്ട്. പാർട്ടിയുടെ കോടതി തീരുമാനിച്ചു, പാർട്ടി പരോൾ കൊടുത്തു. പാർട്ടിയുടെ ഉദ്യോഗസ്ഥന് തീരുമാനിച്ചു, പാർട്ടി പരോൾ കൊടുത്തു. പോലീസ് തീരുമാനിച്ചു, ഒക്കെ കഴിഞ്ഞു. ഇനി ഇവരിറങ്ങിയാൽ എന്തൊക്കെ ചെയ്യുന്നുള്ളത് നമുക്കറിയാം. അവിടെ കിടന്നാൽ തന്നെ കൊട്ടേഷൻ നടത്താൻ പറ്റുന്ന ടീമാണ്. പുറത്തിറങ്ങിയാൽ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു നിയമവാഴ്ച എന്ന് പറയുന്നത് പാർട്ടി നിയമവാഴ്ചയാണ്. കഷ്ടകാലത്തിന് ഇവിടെ ഒരു ജനാധിപത്യം ആയിപ്പോയി. ഇതൊരു സോവിയറ്റ് ഭരണമൊന്നും അല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇതൊന്നും വിഷമല്ലേ. പാർട്ടി തീരുമാനിച്ചാൽ ആൾ കുറ്റക്കാരൻ, പാർട്ടി തീരുമാനിച്ചിട്ട് കുറ്റക്കാരൻ. ഈ കോടതിയും ജനാധിപത്യവും പാർലമെന്റും അസംബ്ലിയും ഒക്കെ ഉള്ളതാണ് CPM-ന്റെ പ്രശ്നം. അതില്ലായിരുന്നെങ്കിൽ ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ എന്താ കുഴപ്പം? ഞാൻ പാർട്ടി എതിർത്തവരുടെ ഇതിന് പോലും പോയിട്ടുണ്ടോ എന്നാണ് ഗോവിന്ദ മാഷ സംഗതി. അതുകൊണ്ട് എന്താ കാര്യം? കോൺഗ്രസ്സുകാരന്റെയോ കമ്മ്യൂണിസ്റ്റുകാരന്റെയോ നക്സലൈറ്റിന്റെയോ BJP-കാരന്റെയോ വീട് കയറി താമസത്തിന് പോകുന്ന പോലെ അല്ല ഇത്. കൊലക്കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് വിചാരണ ചെയ്ത് ശിക്ഷിക്കപ്പെട്ട ആളാണ് അയാൾ. ആരെ കൊന്നാലും അയാളൊരു കുറ്റവാളി തന്നെയാണ്. അയാൾ ശിക്ഷ അനുഭവിക്കുന്ന ആളാണ്. പിന്നെ പാർട്ടി പറഞ്ഞാൽ പരോള് കിട്ടും, പാർട്ടി പറഞ്ഞാൽ വീട് കിട്ടും, പാർട്ടി പറഞ്ഞാൽ എല്ലാം കിട്ടും. ഞാൻ പറഞ്ഞത് ഇവിടെ നിയമ സംവിധാനത്തെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് പാർട്ടി സെക്രട്ടറി. ആ വെല്ലുവിളി ജനങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പൊ ആളുകൾ ഏതാണ്ട് ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. പ്രതികൾ പാർട്ടിക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടില്ല, പ്രതികൾ പാർട്ടിക്കാരാണെങ്കിൽ ഒരു കേസിൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതാണ് കഴിഞ്ഞ 8 വർഷത്തെ നിയമം. അത് വാളയാറായാലും വല്യപെരിയാറായാലും ഏത് കേസായാലും പ്രതികൾ പാർട്ടിക്കാരാണെങ്കിൽ ശിക്ഷയില്ല, അവർ വെറുതെ വിടും. ഇനി അഥവാ ഇന്ന് മുൻകാലത്ത് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ജയിലിൽ ചെയ്തു കൊടുക്കും.
ഇഷ്ടം പോലെ പരോൾ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇവർ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയോട് സത്യം ചെയ്തിട്ടല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവർ, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അവിടെ കയറിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയോ നീതിന്യായ വ്യവസ്ഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ധാർമ്മികതയോ ഉണ്ടെങ്കിൽ ഇത് ചെയ്യുമായിരുന്നില്ല. ഇവിടെ പാർട്ടി ധാർമ്മികത മാത്രമേ ഉള്ളൂ. പാർട്ടി നിയമം, പാർട്ടി കോടതി, പാർട്ടി പോലീസ്, പാർട്ടി ധാർമ്മികത, അത് മാത്രം വെച്ചുകൊണ്ടാണ് വിട്ടിട്ടുള്ളത്. ഈ ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട് രമ എന്ന് കേൾക്കുന്നു, നമുക്കറിയില്ല കോടതി എന്ത് സമീപനം എടുക്കുമെന്ന്. ഏതായാലും നിയമവാഴ്ച കേരളത്തിൽ ഇല്ല എന്ന് ഉറപ്പാക്കുന്ന തരത്തിലാണ് കൊടിസുനിയുടെ പരോൾ എന്ന് പറയേണ്ടി വരും.